ഇ.ഡി. അന്വേഷണം UDF നേതാക്കളിലേക്കും എത്തുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ ഡയറിയിൽ ചുരുക്കപ്പേരുള്ള നേതാക്കളെ ഇ.ഡി. ചോദ്യം ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ നിലവിലെ മന്ത്രിസഭാംഗങ്ങളിലേക്കും അന്വേഷണം എത്തും. വിശദാംശങ്ങൾ PS വിമൽ നൽകും. വിമൽ, PV മാത്രമല്ല KK, OC, RC അങ്ങനെ പല പേരുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേരുകളിലേക്കൊക്കെ അന്വേഷണം എന്നാണോ മനസ്സിലാകേണ്ടത്? ബിഞ്ചു, ഇത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എക്സാലോജിക് CMRL ഇടപാട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് CMRLന്റെ എല്ലാ ഇടപാടുകളും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇഡി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. CMRLുമായി ഇടപാട് നടത്തിയിട്ടുള്ള എല്ലാവരിലേക്കും അന്വേഷണം എത്തുമെന്ന കാര്യം. അങ്ങനെ എത്തുമ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം UDF നേതാക്കളിലേക്കും അന്വേഷണം എത്തുകയാണ്. ഈ നിലവിലെ മന്ത്രിസഭയിലെ 2 പേരടക്കം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം നേരത്തെ തന്നെ ശശിധരൻ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാനും ചില ചുരുക്കപ്പേരുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ചുരുക്കപ്പേരുകാരൻ രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ പണം വാങ്ങിയിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അത് നേരത്തെ